ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെയല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഓണത്തിന് നമ്മൾ സദ്യയിൽ വിളമ്പുന്ന ഒരു വിഭവമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ മസാലക്കറി എങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ ഉള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. കോളിഫ്ലവർ ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, സവാള, കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ സോയാബീൻ ഉണ്ട്, നാളികേരക്കൊത്തുണ്ട്, നാളികേരം ചിരകിയത്, അതിലൊരു ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കാശ്മീരി മുളക് പൊടി, പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മല്ലിയുടെ ഇല. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. എന്നാൽ നമുക്ക് മസാലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ ഒരു 2 വിസിലടിച്ചാണ്ട് ഇത് വേവിച്ചെടുക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ള ഇതൊക്കെ തയ്യാറാക്കാം. കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ സോയാ ചങ്ക്സും നമ്മൾ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ബാക്കിയുള്ള പരിപാടി നോക്കാം. ഗ്രീൻ പീസ് ആകുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് ടൈം ഈ നാളികേരം വറുത്തെടുക്കാം കേട്ടോ. അതിന് ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് പെരുംജീരകമാണ്. നാളികേരം വറുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ സവാള ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ സവാള വാട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വാടിയാൽ മതി. മസാലക്കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി ഇത് ഇവിടെ ഒന്നുകൂടെ വേവട്ടെ. അതിനുശേഷം ബാക്കി മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഒരു 1/4 ഭാഗം വരെ വെന്തിട്ടുണ്ട്. അതിലേക്ക് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. നാളികേരക്കൊത്ത്, പിന്നെ നമ്മുടെ എല്ലാ മസാലപ്പൊടികളോടെയും ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് പകുതി വേവാവട്ടെ. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഇത് പകുതി വേവായിട്ടുണ്ട് കേട്ടോ. കിഴങ്ങൊക്കെ ആയിട്ടുണ്ട്, ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കിഴങ്ങൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നിട്ട് വേവട്ടെ. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കണം. സവാള വഴറ്റിയതും ചേർത്ത് കൊടുക്കണം. നമ്മുടെ കോളിഫ്ലവറും ഗ്രീൻ പീസൊക്കെ അതിലൊന്ന് ഇതായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ സവാള വാട്ടിയത്, പിന്നെ നാളികേരം വറുത്തരച്ചത് കേട്ടോ, അതും കൂടി ഒഴിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങി വെച്ചു. ഇനി അതിലേക്ക് വറുത്തിടണം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇട്ടോ മൂപ്പിച്ചെടുക്കാം. മസാലക്കറിയിലേക്ക് മല്ലിയുടെ ഇല ഇട്ടിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓണത്തിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ വെക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ എങ്ങനെ വെക്കുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു.